ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ. നമ്മുടെ വയറും മനസ്സും നിറയും. ഒരു ബ്രെഡ് നിറച്ച് തിന്നാൽ മതി, അത്രയും നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 2 വലിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, ചെറിയ പീസ് ക്യാപ്സിക്കം മുളകാണ്, പിന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 5 വെളുത്തുള്ളി ചതക്കിയതാണ്. ഇനി നമുക്കിതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ 3 മുട്ട ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ മസാല റെഡിയാകുമ്പോഴത്തേക്ക് നമ്മളെ മുട്ട റെഡിയാവും, അതിന് മുന്നേ റെഡിയാവും, അതിന് വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെന്ത ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 2 പീസാണ്, എൻ്റെ കയ്യിലുള്ള ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ട് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേവിച്ചെടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മുട്ട നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് 2 പീസാക്കി എടുക്കണം. ഇതുപോലെ 2 പീസാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ മസാലയൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. മസാലേൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാനിത് വാങ്ങിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബന്നാണ്. ഇത് ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുപോലുള്ള ബന്നാണ്. ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ഇതിൻ്റെ ബാക്ക് വശമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കഷ്ണം നമ്മൾ കളയരുത്. ഇത് നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം പുറമേ വെക്കേണ്ടതാണ്. ഇതിൻ്റെ ഉള്ളിലൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പകുതി മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഇടുന്ന സമയത്തെല്ലാം പതുക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് മുറിഞ്ഞു പോകും. പിന്നെ ബാക്കി കുറച്ചും കൂടി മസാല ഇട്ടതിന് ശേഷം പിന്നെ ഇതിൽ നിന്ന് ചെറിയ പീസ് മാറ്റിയതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. നമുക്കിതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചായക്കടിയാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അറിയാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയ പീസ് വന്ന ബ്രെഡിൻ്റെ പീസാണ്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതുപോലെ ആദ്യം കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ഗ്യാപ്പ് വരുന്നില്ലേ, അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്കെല്ലാം ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ 2 മുട്ടയാണ് അതിനാവശ്യം. നമുക്ക് 2 മുട്ട ഉടച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു പിഞ്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുട്ടക്കകത്ത് പെട്ടെന്ന് തന്നെ ഉപ്പ് കാണുന്നതുകൊണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും മല്ലിയിലയും ഉപ്പൊക്കെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി വെച്ച മസാല അല്ല ബ്രെഡ് നമുക്കിതുപോലെ ഇതിലേക്ക് നല്ലോണം മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ബ്രെഡും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അതിനെല്ലാം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ ബ്രെഡ് നിറച്ചത് റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.